വന്ദ സുട്ട സത്ത റിപ്പീറ്റ്. വന്ദ സുട്ട സത്ത റിപ്പീറ്റ്. ഇതൊരു സിനിമ ഡയലോഗാണ്. സിനിമയിൽ കാണുന്നവർക്കറിയാം. മാനാട് സിനിമയിൽ എസ്.ജെ. സൂര്യയുടെ ഒരു പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗാണത്. ഏറെക്കുറെ ഇതിനോട് സമാനമാണ് ഹിസ്ബുള്ളയുടെ നിലവിലെ അവസ്ഥയും. ഹിസ്ബുള്ളയുടെ റദ്വാൻ സേന ഉപമേധാവി മുസ്തഫ അഹമ്മദ് ഷാഹിദ് കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ട് ഇസ്രായേലിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡറായിരുന്നു. ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട ഷാഹിദി. തെക്കൻ ലെബനനിൽ IDF സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് വളരെയധികം മേൽനോട്ടം വഹിച്ച വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു 2012-17 കാലഘട്ടത്തിൽ സിറിയയിലെ ഇസ്രായേലിനെതിരായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന യുദ്ധങ്ങളിലും പ്രതിരോധങ്ങളിലുമൊക്കെ റദ്വാൻ സേനയെ നയിച്ചതും ഈ മുസ്തഫ അഹമ്മദ് ഷാഹിദിയായിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസുറള്ളയുടെ പിൻഗാമിയായി സായുധ സംഘത്തിന്റെ ഉപമേധാവി നയീം ഖാസിമിനെ നിയമിച്ച വിവരം ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. യുദ്ധമുഖത്തെ നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും മാരകമായ പ്രഹരമേൽപ്പിക്കുമെന്നും ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ഇസ്രായേൽ എന്ത് ചെയ്തു? തൊട്ടുപുറകെ വന്നു. കഴിഞ്ഞയാഴ്ച ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി മുന്നറിയിപ്പ് നൽകിയത്. ഇനിയും ഇസ്രായേലിന് മേൽ ഒരു മിസൈൽ കൂടി തൊടുക്കാൻ തുനിഞ്ഞാൽ തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് പ്രതികരിക്കുമെന്നാണ് ഹെർസി ഹവേലി അന്ന് ഭീഷണി മുഴക്കിയത്. എന്തായാലും പരമപ്രധാനമായ ഹിസ്ബുള്ളയുടെ റദ്വാൻ സേന ഉപമേധാവി മുസ്തഫ അഹമ്മദ് ഷാഹിദിയെ കൊന്നുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ പ്രതികാര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു കഴിഞ്ഞു. ലെബനനിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ സൈന്യം തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ സേന ഇന്നലെ തന്നെ സൂചനകൾ നൽകിയിരുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ സേനയ്ക്ക് നേരെ നേരിട്ട് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ യൂണിറ്റാണ് റദ്വാൻ സേന. തെക്കൻ ലെബനിൽ റദ്വാൻ സംഘാംഗങ്ങളുടെ കമാൻഡ് പോസ്റ്റുകൾ, അല്ലെങ്കിൽ ഇവരുടെ ആയുധ ശേഖരങ്ങൾ, ഇവരുടെ ഭൂഗർഭ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയായിട്ടുള്ള IDF അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്ത് ആ സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് സീസ് ചെയ്തെന്നും അവയെ ശുദ്ധീകരിച്ചെന്നുള്ള വാക്കാണ് IDF ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്വാൻ സൈന്യവുമായിട്ട് ഇസ്രായേൽ സേന പല തവണയാണ് ഏറ്റുമുട്ടിയത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇസ്രായേൽ അതിൻ്റെ സംഹാര താണ്ഡവം ആടുകയാണെന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായിരിക്കില്ല. കാരണം ഇസ്രായേൽ പല തവണയും ഹ്യൂമൻ കാഷ്വാലിറ്റീസിനെയൊക്കെ ഭയങ്കരമായി മുൻഗണന കൊടുത്തുകൊണ്ട് വളരെയധികം, നമുക്കറിയാം എങ്ങനെയാണ് യഹ്യ സിൻവറെ പോലെയുള്ള ആളുകൾ ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്നും തിരിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ സൈനികന് വേണ്ടിയാണ് ഏകദേശം 1200-ലധികം ഹമാസ് ഭീകരരെ ഇസ്രായേൽ എന്ത് ചെയ്തത്? കൈമാറ്റം ചെയ്തത്. അത്രയധികം സ്വന്തം ജനങ്ങളോടും അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനോട് വളരെയധികം ഇമ്പമുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. പക്ഷേ നിലവിൽ ഇസ്രായേലിൻ്റെ യുദ്ധ രീതികളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഹ്യൂമൻ കാഷ്വാലിറ്റീസിനെ അവർ നോക്കുന്നില്ല. പകരം കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണമായ പ്രതിരോധം, ഇസ്രായേലിൻ്റെ ജനങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷയും ഇസ്രായേലിന് ചുറ്റും, അതായത് ഇസ്രായേലിലേക്ക് എത്തി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിലോമകരമായ ശക്തികളെയും, അത് ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂത്തി ആയാലും ഇവരെയൊക്കെ ഇന്ധനം കൊടുക്കുന്ന ഇറാൻ ആയാലും ഇവരെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കുക എന്നുള്ള അജണ്ടയിൽ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള വ്യോമാക്രമണത്തിലെ കൊലപാതകവും. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളെയും IDF-നെയും ലാക്കാക്കിയുള്ള റദ്വാൻ സേനയുടെ ഭീകരാക്രമണ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഈ ഷാഹിദി, അതായത് കൊല്ലപ്പെട്ട ഉപമേധാവിയുടെ വധം വഴിതെളിക്കുമെന്ന് ഇസ്രായേൽ എന്തായാലും മനസ്സിലാക്കുന്നുണ്ട്. ഈ തെക്കൻ ലെബനനിലെ നബാദിയയിൽ പോർവിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഈ മുസ്തഫ അഹമ്മദ് ഷാഹിദി കൊല്ലപ്പെടുന്നത്. വടക്കൻ ഇസ്രായേലിനെ കീഴടക്കാൻ ഷാഹിദിയും ഈ റദ്വാൻ സേനയും ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതായത് എന്തായാലും ഇസ്രായേലിനെതിരെ ആയിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇസ്രായേലിനെന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെതിരെയും ജൂതന്മാർക്കുമെതിരെയും കൊലവിളി നടത്തിക്കൊണ്ടിരുന്ന ഈ ഷാഹിദിയും ഷാഹിദിയുടെ റദ്വാൻ സേനയും ഈ പറയപ്പെടുന്ന ഹിസ്ബുള്ളയുമെല്ലാം. അപ്പോൾ അവർക്കെതിരെയാണ് ഇസ്രായേൽ പടപൊരുതിയത്. അവരുടെ അടുത്ത കമാൻഡറെ കൂടി ഇസ്രായേൽ ഇതാ കൊന്നു തള്ളിയിരിക്കുന്നു. ഇസ്രായേലിലേക്ക് കൂട്ടമായി മിസൈലുകൾ അയച്ച ആ തെറ്റ് ഇനിയും ആവർത്തിക്കാനാണ് ഇറാൻ്റെ ഭാവമെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അതിർത്തി കടക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ആക്രമിക്കാതെ വിട്ട എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും ഞങ്ങൾ ഒന്നുപോലും ബാക്കി വെക്കാതെ തകർക്കുമെന്നായിരുന്നു ഇസ്രായേൽ സൈനിക തലവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞത്. എന്തായാലും ഇസ്രായേൽ ഇനി ഒരു തുള്ളി പോലും
ഒരിഞ്ച് പോലും പുറകോട്ടില്ല. ഇസ്രായേൽ മുന്നോട്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കഴിഞ്ഞ ശനിയാഴ്ച ഇറാന് നേരെ കടന്നാക്രമിച്ച ഇസ്രായേലിനെ നമ്മൾ കണ്ടു. അതായത് ശത്രുവിനെ എൻ്റെ മടയിൽ ചെന്ന് കൊല്ലുക എന്ന് പറയില്ലേ, ആ രീതിയിൽ അവരുടെ ഹൃദയഭാഗത്ത് തന്നെ ഇസ്രായേൽ ആക്രമിച്ചു. ഈ ആക്രമണത്തിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൈലറ്റുമാരുണ്ടായിരുന്നു. അവരുടെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാവും പകലും ശ്വസിക്കുന്നതും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വവും അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രമായിരിക്കുന്നു. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവർ തങ്ങളുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്, അതിജീവനം എന്നിവ മാത്രമാക്കി ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഒരു യുദ്ധം ഉണ്ടാവുന്ന ഘട്ടത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് പറയാൻ ഒരു ന്യായമുണ്ട്. അത് തങ്ങളുടെ നിലനിൽപ്പിനും തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും ഇറാനും എന്താണ് അവർക്ക് പറയാനുള്ളത്? തങ്ങളുടെ രാഷ്ട്രീയ മത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനതയെ തങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരു കാരണത്താൽ അവരെ വെറുക്കുന്നു എന്നൊറ്റ ഒരു കാരണത്താൽ ഈ പറയപ്പെടുന്ന ജനവിഭാഗത്തിനെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളെ ആണ് ഇവരുള്ളത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഏകദേശം 1600ഓളം കിലോമീറ്റർ പരിധിക്കുള്ളിൽ പോലും ഇസ്രായേലിന് എത്താൻ സാധിക്കുന്നു. ഇറാൻ്റെ ആകാശത്തിന് മുകളിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു. റീഫ്യൂവലിംഗ് നടത്താൻ ഇസ്രായേലിന് സാധിക്കുന്നു. അതിൻ്റെ സാങ്കേതിക വിദ്യ ഇസ്രായേലിന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ജോർദാൻ ഇവർക്കൊപ്പം നിൽക്കുന്നു. അമേരിക്കയിൽ ഇലക്ഷൻ വരികയാണ്. അമേരിക്ക പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ എന്തായാലും മുൻതൂക്കം ഇസ്രായേലിന് തന്നെയാണ്. പക്ഷേ കൊല്ലപ്പെടുന്ന സാധാരണക്കാരും കുട്ടികളും എന്ത് പിഴച്ചുവെന്ന് ഇറാനും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ മറുപടി പറയേണ്ടി വരും.